ടീനേജ് ആൻഡ് അഡലസെന്റ് ഏജ് ഗ്രൂപ്പിലാണ് ലഹരിയുടെ ഉപയോഗം ആദ്യമായി തുടങ്ങുന്നതെന്ന് പഠനങ്ങൾ പറയുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ കണ്ടുവരുന്ന ലഹരി ഉപയോഗം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതും ഈ ഒരു പ്രായത്തിലുള്ളവരിലാണ്. സോ വൈ ഈസ് ഇറ്റ് സോ? ഹിയർ ആർ 4 മെയിൻ റീസൺസ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റീസൺ ഇസ് ക്യൂരിയോസിറ്റി. ഒരു ഔൺസ് മദ്യം കഴിച്ചാലോ ഒരു പഫ് സിഗരറ്റ് എടുത്താലോ എന്ത് ഉണർവാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുക എന്ന് അറിയാനുള്ള ആഗ്രഹം. സെക്കൻഡ് റീസൺ ഈസ് ദ പിയർ പ്രഷർ. അതായത് ചില സന്ദർഭങ്ങളിൽ തങ്ങളുടെ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയോ താൻ മദ്യപിച്ചില്ലെങ്കിൽ തങ്ങളുടെ കൂട്ടുകാർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത പലരെയും മദ്യപാനത്തിലേക്ക് നയിക്കാറുണ്ട്. തേർഡ് റീസൺ ഈസ് ആൻസൈറ്റി ആൻഡ് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ. ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളിൽ തൻ്റെ കോൺഫിഡൻസ് ലോ ആകുമ്പോഴോ അതുമല്ല പേടി കൂടാതെ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു ധൈര്യത്തിന് വേണ്ടി പലരും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ദ ഫോർത്ത് റീസൺ ഈസ് എ യൂസ് ഓഫ് ഡ്രഗ് ആസ് എ കമ്പാനിയൻ. അതായത് അമിതമായ വിഷമത്തിലും പ്രത്യാശയില്ലായ്മയിലും പല കാര്യങ്ങൾ മറക്കുവാൻ പല ആളുകളും ലഹരിയെ ഉപയോഗിക്കാറുണ്ട്. വളരെ ചെറുപ്രായത്തിൽ തുടങ്ങുന്ന ഇത്തരം ഡ്രഗ് യൂസ് എളുപ്പത്തിൽ തന്നെ അഡിക്ഷനിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ട് പാരൻസിനോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എഡ്യൂക്കേറ്റ് യുവർ ചിൽഡ്രൻ ആൻഡ് ക്രിയേറ്റ് ആൻ അവയർനെസ് എമംഗ് ദം. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മകനോ മകളോ എന്തെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്ക് വന്നാൽ അവനെ അതിൽ നിന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക. അതിന് നിങ്ങളെ കൊണ്ടായില്ലെങ്കിൽ ഓൾവേസ് ട്രൈ ടു ഗെറ്റ് ആൻ എക്സ്പെർട്ട് ഒപ്പീനിയൻ.